പേര് അനീഷ് ചബ്ര, സ്ഥലം തിരൂർ തന്നെയാണ്. ഞാൻ ബാങ്കിങ് മേഖലയിലാണ് വർക്ക് ചെയ്തിരുന്നത്. വളരെ സന്തോഷമുണ്ട്. കാരണം ഞാനൊരു 10 വർഷത്തോളം ഞാൻ ബാങ്കിങ് മേഖലയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ മുന്നേ ഗോൾഡിന്റെ വർക്കിലാണ് ഉണ്ടായത്. പിന്നെ ബാങ്കിങ് മേഖലയിലേക്ക് 10 വർഷത്തോളം വർക്ക് ചെയ്തു. പക്ഷെ ആ 10 വർഷം ഞാൻ വർക്ക് ചെയ്തിട്ടും ഉണ്ടാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഇന്ന് 6 വർഷമായിട്ട് വെസ്റ്റിജിയുടെ 3 വർഷം പാർട്ട് ടൈം ആയിട്ടും 3 വർഷം ഫുൾ ടൈം ആയിട്ടും ചെയ്തിട്ട് നേടാൻ സാധിച്ചിട്ടുണ്ട്. അത് ഒരു കാര്യം മെയിനായിട്ട് എന്റെ ആരോഗ്യം തന്നെയാണ്. ആരോഗ്യം തിരിച്ചു കിട്ടിയിട്ടുണ്ട്. കൂടാതെ ഞങ്ങൾക്കൊരു സ്വന്തമായിട്ട് കാറ് വാങ്ങാൻ സാധിച്ചു വെസ്റ്റിജിലൂടെ. കൂടാതെ ഞങ്ങൾക്ക് വിദേശ ട്രിപ്പ് പോകാൻ സാധിച്ചു. കാരണം ഇതൊന്നും നമുക്ക് ആ ജോലി ചെയ്തുകൊണ്ട് ഇതൊന്നും നേടാൻ സാധിക്കാത്ത ഒരു ഏണിങ്സ് നമുക്ക് ഉണ്ടാക്കിയേക്കാൻ സാധിച്ചില്ല. പക്ഷെ ഇതിലൂടെ നമുക്ക് അതൊക്കെ സാധിക്കുന്നതാണ്. ശരിക്കും വെസ്റ്റിജ് നമ്മുടെ ലൈഫിനെ മാറ്റിയാണ്. അതാണ് പവർ ഓഫ് വെസ്റ്റിജ് എന്ന് പറയുന്നത്. ഓരോ വ്യക്തിത്വങ്ങളെയും മാറ്റിയെടുക്കുന്ന ബിസിനസ്സാണ്. ഇതില് ഈ വെസ്റ്റിജ് ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യമാണ്, വെസ്റ്റിജിൽ ആർക്കാണ് വിജയിക്കാൻ പറ്റുന്ന അറിയാം, അല്ലെങ്കിൽ വിജയിക്കാത്ത ഒരു വിഭാഗം ആരെന്നറിയാം. വെസ്റ്റിജിൽ വിജയിക്കാത്ത വിഭാഗം ആരാ? അതാ വെസ്റ്റിജിൽ ജോയിൻ ചെയ്ത ആൾക്കാർ മാത്രമേ വെസ്റ്റിജിൽ വിജയിക്കാത്തുള്ളൂ. കാരണം വെസ്റ്റിജിൽ ജോയിൻ ചെയ്ത അതുകൊണ്ട് ഇന്ന് ഈ ഇരിക്കുന്ന എല്ലാവർക്കും വിജയിക്കാനുള്ള ചാൻസ് ഉണ്ടോ അല്ലേ? ഉണ്ട്. കാരണം വെസ്റ്റിജിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും വിജയിക്കാനുള്ള അവസരം വെസ്റ്റിജ്. കാരണം എന്താ, ഞങ്ങൾക്ക് തന്നെ ഞങ്ങളിവിടെ ടൗണായിട്ട് നിൽക്കുന്നില്ലേ, ഞങ്ങൾക്ക് തന്ന പ്ലാൻ അല്ലേ നിങ്ങൾക്ക് തന്നത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് 20% ഞങ്ങൾക്ക് 24% ആക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. കാർ ഫണ്ട് ഒരേപോലെ തന്നെ അല്ലേ? അല്ലേ? ഹൗസ് ഫണ്ട് ഒരേപോലെ തന്നെ അല്ലേ? ടീം ലിമോൺ സെയിം അല്ലേ? LOB സെയിം അല്ലേ? ഇതൊക്കെ സെയിം ആണ്. ഞങ്ങൾക്കും നിങ്ങൾക്കും ഒരേപോലെ. ഒറ്റ വ്യത്യാസം എന്താണല്ലോ, ഞങ്ങളിത് ടൗണായി നിൽക്കും, നിങ്ങളവിടെ ഇരിക്കണമെങ്കിൽ ലക്ഷ്യം എന്താ വെച്ചാൽ ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു, സ്വപ്നമുണ്ടായിരുന്നു. ആ സ്വപ്നത്തിന് മുറുകെ പിടിച്ചു. അതിലൂടെ ഞങ്ങൾ തീരുമാനം എടുത്തു എന്നതാണ്. നമ്മൾ എന്നാണോ നിങ്ങളിപ്പോ ഇന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മാസം വേണമെങ്കിൽ നിങ്ങൾക്ക് വെസ്റ്റിജിലൂടെ വിജയിക്കാം. 1 വർഷം കൊണ്ട് വിജയിക്കാം, 5 വർഷം കൊണ്ട് വിജയിക്കാം, 10 വർഷം കൊണ്ട് വിജയിക്കാം. പക്ഷെ എത്ര കാലം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വിജയിക്കേണ്ടത്? നിങ്ങൾ എന്നാണോ നിങ്ങൾ തീരുമാനം എടുക്കുന്നത് അന്നാണ് നിങ്ങളെ വിജയം സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാണ് തീരുമാനം എടുക്കുന്നത്? കാരണം ഇതില് ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഇപ്പൊ ഇവിടെ ഒരു കുറവ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാരണം ഡയമണ്ടിൽ കയറാൻ ആളില്ല. ഞങ്ങൾ കഴിഞ്ഞ മാസം വരെ ഡയമണ്ടിലൂടെ കയറിയ ആൾക്കാരാണ്. പക്ഷെ ഇപ്പൊ ഡയമണ്ടിൽ കയറാൻ ആളില്ല. 2 കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം. ഒന്നുകിൽ സ്റ്റാർ ആയിട്ട് 4 ഗഡാഗഡിയന്മാരായുള്ള 4 ആൾക്കാരോട് കയറുന്നു അല്ലെ. ഒന്നുകിൽ ഇതിൽ ആരെങ്കിലും എന്ത് ചെയ്യണം? ഡയമണ്ടിലേക്ക് കയറാൻ. ഇവരെ കൂടെ അത് പറ്റുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇരിക്കുന്ന ആൾക്കാർ കയറിയാണോ ഓണേക്ക് പോകാൻ പറയണല്ലേ? അവർക്ക് അക്കലില്ലായിട്ടല്ലേ? വെല്ലുവിളിയൊക്കെ തയ്യാറാണോ? നിങ്ങൾ 4 ആളെ ചോദിക്കണം. ഒന്നുകിൽ നിങ്ങൾ 4 ആളുകൾ കയറി, അല്ലെങ്കിൽ ഞങ്ങൾ ഇരിക്കുന്ന ആളുകളാണ് ചാൻസ് ഉണ്ട്. കാരണം ഇവിടെ ബ്രൗൺസ് നിന്നായിട്ട് ഗോൾഡ് ആൾക്കാരുണ്ട്. പിന്നെ ഗോൾഡ് ഡയമണ്ട് ആവാനാണോ പണി അല്ലേ? ബ്രൗൺസ് 2 ലെഗ് ഗോൾഡ് വെച്ചാൽ ഗോൾഡ് 2 ലെഗ് കൂട്ടിയാലോ ഡയമണ്ട്. ഇതാണ് ഇതിനാണ് ഇത്ര ബുദ്ധിമുട്ട്. അപ്പൊ ഇതൊന്നും വലിയ കാര്യമില്ല. കാരണം ഇത് ആർക്കും സാധിക്കാവുന്ന കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് 4 പേർക്ക് ഇവിടെ പറ്റില്ലാണ്ടെങ്കിൽ ഇന്ന് ഇവിടെ എഴുതി ഒപ്പിട്ട് ഞങ്ങൾ പുതിയ ആൾക്കാരോട് കയറ്റുന്നതാണ്. ഓക്കെ, വിഷു, താങ്ക് യു.